പട്ടി കടിക്കാൻ ഭാഗ്യം. എന്തോ കണ്ടാ മനസ്സിലായില്ലേ? പല്ല് തേക്കുന്നു. ഇത് പേസ്റ്റ്, ഇത് ബ്രഷ്. ഇത് ബ്രഷ്. ബ്രഷ്. എന്താണ് നീ ബ്രഷ് കണ്ടിട്ടില്ലേ? ഇത് ബ്രഷ്. എന്റെ പൊന്ന് സാറേ, ഞാൻ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. നീ അടുത്ത് വരുമ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ രണ്ട് ഉപയോഗിക്കാറില്ലെന്ന്. പോയി പല്ലിയേക്കടേ. പല്ല് തേക്കുന്നല്ല സാറേ, പ്രകൃതിയായിട്ടുള്ള ഇണങ്ങി ചേർന്ന് അങ്ങ് ജീവിക്കാൻ നോക്കണം ആദ്യം. താണ്ട മാവല, ഈ മാവല അങ്ങോട്ട് ചുരുട്ടിയിട്ട് താണ്ട ഇത് കണ്ട. നീ മാവല ഉണ്ടോ, പ്ലാവല ഉണ്ടോ, റബ്ബറിന്റെ ഇല ഉണ്ടോ, നീ എന്തൊരു ഇല കൊണ്ടുവേണമെങ്കിലും പല്ല് വെച്ചു. പക്ഷെ എനിക്ക് എന്താ അറിയത്തില്ല, എനിക്കിതൊന്നും ഒരു ശീലമില്ല. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഈ പേസ്റ്റും ഈ ബ്രഷും ഉപയോഗിച്ചിട്ടാണ് പല്ലിയേക്കുന്നത്. അന്ന് അമ്മ അച്ഛന് മേടിച്ചെന്നാണോ ഈ ബ്രഷ്? തേഞ്ഞങ്ങ് തീർന്നു. കളിയാക്കിയതല്ല സാറേ, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുത്തുണ്ടെന്ന് തിന്നണം. ഒരു കാര്യം ചെയ്യ്, നീ ചേരയുടെ നടുത്തുണ്ടോ, ചേര മുഴുവനായിട്ടോ, നീ ചേര എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, എനിക്ക് യാതൊരു പരാതിയില്ല. ഒരു പരാതിയില്ല. ഒരു പരാതിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ്, ഈ 2 മാസം കൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ആഹാരത്തിനെ കുറിച്ച് എനിക്കൊരു ബോധമില്ലാതായത്. എനിക്കിപ്പോ ആ ഭക്ഷണം വേണ്ട. പിന്നെ നിന്റെ ഈ ഭക്ഷണമായിട്ട് തോന്നുന്നു, നീ മുമ്പ് നിന്നിടത്തല്ല നിനക്ക് ഭക്ഷണത്തിന് യാതൊരു മുട്ടുമില്ലായിരുന്നു. നീ ലാവിഷായിട്ട് വിഭവ സമൃദ്ധമായിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഡയറക്ടറായി ഞാൻ വിഭവ സമൃദ്ധമായിട്ട് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ ഈ ഇംഗ്ലീഷ് ഒരു പറയല്ലോ, കമ്മിറ്റ്മെന്റ് പറയാൻ അറിയാവുന്ന ഭാഷയുടെ പറയണേ. എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു പട്ടിക്ക് ഒരു ദിവസമുണ്ട്. ഈ ഡോഗ് ഈസ് എ വെരി ഡോഗ്. ഓഹോ, അപ്പൊ നീ ആക്കിയാണല്ലേ? എടാ നീ ആക്കിയാണല്ലേ? എന്തെങ്കിലും നിന്റെ പ്രധാനപ്പെട്ട ശീലമാണ് എന്നെ എവിടെ ഉണ്ടെന്ന് നീ ആക്കണം അല്ലേ? ഞാൻ അങ്ങ് ആക്കിയൊന്നുമല്ല. ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വലിയ ബുദ്ധിക്കൂടെ? അല്ല, നീ എന്നെ ആക്കിയതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ നീ പട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ സാറിനെ ആക്കാൻ ഞാൻ ആര്? അല്ല, നീ പട്ടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്കിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇനി അതിന്റെ ഒരു കുറവൂടെ ഉള്ളൂ. അല്ല, ഞാൻ റെഡിയായി. എന്തിന്? ഇന്ന് ഷൂട്ടിങ്ങിലെല്ലാം റെഡി ആവാനായിട്ട്? ഷൂട്ടിങ്ങിനല്ല, ഫുഡ് കഴിക്കാൻ റെഡിയായി. എന്റെ ഷർട്ടിൽ ഞാൻ അറിയാമെല്ലാം ചോദിക്കുക. നീ നിന്റെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? നിനക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ട് വന്നൂടെ? ഇവിടെ എന്തോ കഴിക്കാനായിട്ട് എന്തിനുണ്ടോ കഴിക്കാൻ? ഇവിടെ ചായ, തേയിലപ്പൊടി ഇല്ല ഇവിടെ ചായ ഇടാൻ വേണ്ടിട്ട്. ചായ, തേങ്ങ. എന്ത് സൂണൻ? എടേ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ കുറച്ചെങ്കിലും ഉത്തരവാദിത്തമുള്ള സൂണനാണ്. എടാ, വിശന്നിട്ട് കുടല് കരിയ, നിനക്കറിയാലോ. പ്ലീസ്, നീ എന്തെങ്കിലും ഉണ്ടാക്ക്. നീ വിരോധമല്ല പറക്ക്, എന്തെങ്കിലും ഉണ്ടാക്ക്. എന്തുണ്ടാക്കാൻ? അരി ഉണ്ടാക്ക്. അരിയില്ല. മരച്ചിനി ഉണ്ടാ? മരച്ചിനി ഇല്ല, ഇന്നലെ തിന്നില്ലേ? എന്നിട്ട് ഇന്നലെ എടുത്ത ചക്കയുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മറ്റേ ഈ തൊലി ഇരിപ്പുണ്ട്. എന്തോ അതിന് ചവണിയുണ്ട്. ചവണിയുള്ള നിങ്ങൾക്ക് ചവണി ഇട്ട് വല്ല തോരനുണ്ടാക്ക്. ചക്കക്കുരു ഇരിപ്പുണ്ടാ? അപ്പൊ എനിക്ക് ഇന്ന് ഉറക്കൂല്ലേ? തൃശ്ശൂർ പൂരമാണോ ഇന്നും? ഞാൻ ചുട്ടുതരാം. ഒരു കാര്യം അതേ ഉള്ളൂ. ഷെർലി, നമുക്ക് പോയി കാറിന് സ്ക്രിപ്റ്റ് റെഡിയാക്കി നോക്കാം. പ്ലീസ്, ഞങ്ങളെ പട്ടിണിക്കിടരുത്. വിചാരിച്ച ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കാതര, സ്ക്രിപ്റ്റ് പൂർത്തിയായ? കുഴപ്പമില്ല, സ്ക്രിപ്റ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതെ, ഞാനെന്നല്ല ഏതെടുത്തുകാരും എഴുതിയാലും കുറച്ചൊക്കെ ചുരുട്ടി കുട്ടിക്കളയും. എനിക്ക് പൂർണ്ണമായിട്ട് തൃപ്തി വരുന്ന ഡയലോഗ് ഞാൻ എഴുതി പിടിപ്പിക്കൂ. കിട്ടി നല്ലൊരു സംഭവം കിട്ടി. നല്ലൊരു കഥ. പിന്നെ ഞാൻ എഴുതുന്നത് എന്തുവാ? ചേട്ടാ, ഇവിടെ നല്ലൊരു മറ്റേ ഈ കാതകം വന്നിട്ടുണ്ട്. ഈ പാട്ടിലൂടെ കഥ പറഞ്ഞ ആളില്ലേ, കഥാപ്രസംഗമാണോ? അയാള് വന്നിട്ടുണ്ട്. അയാളെ കയ്യിൽ നല്ലൊരു ഉസാറ് കഥ ഉണ്ടെന്നാ കേട്ട്. അത് പോകുന്നു കേട്ടോക്കാ. മൊയ്തീനെ, നീ വെറുതെ കളിയെടുക്കല്ലേ. ഞാനിവിടെ നിന്ന് കുത്തിയിരുന്ന് കഥ എഴുതുമ്പോൾ നീ വല്ലയിടത്തും പോയി കഥ എപ്പിച്ചോണ്ടല്ലോ. നിന്നോട് ആര് പറഞ്ഞു? എൻ്റെ കാതര, ആ കഥമ്പളൊന്ന് കേട്ടു വെച്ചിട്ട് ഇജ്ജ് ഔട്ടായി പോകുന്നില്ല. അത് ശരിയാ. കഥ കൊള്ളാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ. തന്നെയല്ല, നമുക്കൊരു കഥ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ശക്തിയാണ്. ഈ സിനിമ കൊണ്ട് നമ്മൾ സിനിമ കൊടുത്ത് നിർത്തുന്നൊന്നുമില്ലല്ലോ. അടുത്ത സിനിമയും പിടിക്കുന്നുണ്ടല്ലോ. അതിൽ കാതറിന് വീണ്ടും സജീവമാവാമല്ലോ അല്ലേ ഷെർലി? ആ കാതകൻ്റെ കഥ ഇന്നത്തെ ന്യൂ ജനറേഷനെ പറ്റി നല്ല അടിച്ചുപൊളി കഥയാന്നാ കേട്ടോ. അതൊന്നും ഇപ്പോൾ കേട്ടു വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഇയാൾ ഈ കഥ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു ധ്വനി ഞാൻ കേട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കേട്ടു വെക്കൂടെ? അതൊക്കെ കേൾക്കാം. പക്ഷെ എന്നാലും നമ്മളെങ്ങനെ ഈ ഉത്സവപ്പറമ്പിൽ അവിടെ ഇവിടെ ഒക്കെ പോയി കഥാപ്രസംഗം കേൾക്കുക പറഞ്ഞാൽ അതൊക്കെ കുറച്ചിലുള്ള പണിയല്ലേ? ഇവിടെ നീ കാതര, നീ ഇങ്ങനെ ഇത്രയും വലിയ സ്റ്റാർ ആവരുത് കേട്ടാ. വർഷങ്ങൾ മുമ്പ് പള്ളിപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ഒക്കെ നാടകവും മിമിക്രിയും കൊണ്ട് നീ നടന്ന കാര്യം മറക്കരുത്. ഒരു സിനിമ കിട്ടിയെന്ന് വെച്ചിട്ട് ഇതിനെ അങ്ങ് പുച്ഛിച്ച് തള്ളല്ലേ.
അത് മോശമാണ് കേട്ടോ. അതെ, നിങ്ങളിപ്പോ അയാളെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പിലൊന്നും പോകണ്ട. അയാൾ ഇവിടെ അടുത്തൊരു മുറിയിലാണ് താമസിക്കുന്നത്. നമുക്ക് അവിടെ പോയാൽ മതി. അയാൾ ഇന്ന് ഫൈനൽ റിഹേഴ്സലാണ്. കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള പാട്ടും വെക്കുന്നത്. മറ്റേ തബലയും ഗിറ്റാറൊക്കെ വെച്ചിട്ടുള്ള എന്റെ തൊള്ളേ കയറി കസാല ഇരുന്നെന്തിനാ മോളെ? അല്ല അറിയാറ്റ് ചോദിക്കുക. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സംഗതി കഥ കേൾക്കാല്ലേ? ഒരു കാര്യം ചെയ്യും, നീ കൂടോ. എന്നെ നോക്കണ്ട, ഞാൻ വരത്തില്ല, എനിക്ക് വയ്യ വല്ലവരും. ഇതൊരു സില്ലി കാര്യത്തിനൊക്കെ ഈഗോ വെച്ച് പുലർത്തില്ല കേട്ടോ. ഇതൊക്കെ ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ. നീ ഒന്നും വെച്ചാൽ കുഴപ്പം എന്താ? ആ കഥ നിനക്ക് കൂടെ കേട്ടൂടെ? എന്തിന് ഇത്രയും കഥ എഴുതി വെച്ചിട്ട് ഞാൻ ഇതിൽ കേൾക്കുന്നു? പോയിട്ട് വാന്ന് വല്ല തുമ്പും കിട്ടും അതിനകത്തുനിന്ന്. വേറെ കഥ എഴുതാം. എന്തോ എങ്ങനെ വേറെ കഥ എഴുതാം. കഥ എഴുതാ കാതര എത്രയെന്ന് കരുതി പട്ടിണി കിടക്കും കാതര. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ദൈവമായിട്ട് കൊണ്ടു തന്നൊരു വഴിയാണ്, അത് ചവിട്ടി കളയരുത്. ഞാൻ വരാം. കഥ കൊള്ളാവോ കൊള്ളത്തില്ലെന്ന് അറിയണമെങ്കിൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ആരെങ്കിലും ഒരാൾ പോകണമല്ലോ. ഞാൻ പോയി ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അല്ല നിങ്ങൾ പോയിട്ട് വരുമല്ലോ, ഞാൻ വരണ്ടല്ലോ. നമുക്കിവിടെ കുറച്ച് പരിപാടി. പിന്നെ ഭയങ്കര പരിപാടിയാ. അസുഖമായിട്ട് കൊതി എന്ന് പറയുന്നത് ഭയങ്കര പരിപാടി. എടാ നീ എനിക്കിട്ട് എവിടുന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് വരുമല്ലോ. ജീവിക്കാനുള്ളൊരു വയ്യ നോക്കണ അത് മനസ്സിലാക്ക്.